ലൈഫിലെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ, ഈ അബദ്ധ ചിന്തകൾ ഒന്ന് മാറ്റിയെടുത്താൽ ലൈഫിൽ സക്സസ് താനെ വരും, മനസമാധാനവും അതിൻ്റെ കൂടെ ഇങ്ങി വന്നോളും. ആദ്യത്തെ ചിന്ത, ഞാൻ ഇങ്ങനെയാണ്, എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റും. പലപ്പോഴും പല കാര്യങ്ങളും ട്രൈ ചെയ്യാതെ നമ്മൾ അടിക്കുന്ന ഡയലോഗാണിത്, നമ്മളുടെ ചിന്തയാണിത്. പക്ഷെങ്കിൽ ഇനിയും ഈ ഡയലോഗ് അടിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത് അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തോക്കോ ജയിക്കോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ആദ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അത് ട്രൈ ചെയ്ത് നോക്കുക. ഒട്ടും പറ്റിയില്ലെങ്കിൽ വിട്ടുകളയുക. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതും തീരുമാനമെടുക്കേണ്ടതും മറ്റുള്ളവരാണ്, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കാണ്. ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ആന കരിമ്പും കാട്ടി കയറിയ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. അതുപോലെയാകും നിങ്ങളുടെ ജീവിതം. തോമസ് അൽവ എഡിസനെ അറിയില്ലേ? അദ്ദേഹത്തിന്റെ അധ്യാപിക അദ്ദേഹത്തിന്റെ അമ്മയ്ക്കൊരു കത്തെഴുതിയത് വളരെ ഫേമസ് ആണ്. ആ കത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: മകനെ കഴിവില്ല, മകനെ ഇവിടെ പഠിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നൊക്കെ. പക്ഷേ ആ ടീച്ചറിന്റെ അഭിപ്രായം കേട്ട് അമ്മ ആ മകനെ ട്രെയിൻ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് എഡിസനെ നമുക്കാർക്കും അറിയില്ലായിരുന്നു. അതുകൊണ്ട് ശരിയെന്ന് തോന്നുന്നത്, നല്ലതെന്ന് തോന്നുന്ന തീരുമാനങ്ങൾ എടുക്കുക. എല്ലാരെയും പ്രീതിപ്പെടുത്താൻ നമുക്ക് പറ്റില്ല. ബാക്കിയുള്ളവരൊക്കെ എല്ലാം കണ്ടുപിടിച്ചു, ഇനി ഞാൻ എന്ത് പുതിയതായിട്ട് കണ്ടുപിടിക്കാനാ? ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ നമ്മുടെ സയന്റിസ്റ്റുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ വലിയ ആളുകളും ഒക്കെ ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ഡെവലപ്മെന്റ്സോ ഒന്നും ഉണ്ടാവത്തില്ലായിരുന്നു. കണ്ടുപിടിക്കാൻ ഇനിയുമുണ്ട്, ഇന്നോവേഷൻസ് ഇനിയും ആകാം. അതുകൊണ്ട് ഒന്നും തീർന്നിട്ടില്ല. പുതിയ കാര്യങ്ങൾ, പുതിയ വഴികൾ തിരഞ്ഞെടുക്കുക. ഈ വ്യത്യസ്തമായി വഴി തിരഞ്ഞെടുത്ത നാട്ടുകാരെന്തു പറയും? വട്ടാണെന്ന് പറയും. ഇത് വെറും ഒരു അബദ്ധ ചിന്ത മാത്രമാണ്. ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീഴുന്നതിന് പകരം നമ്മുടെ തലയിൽ ആപ്പിൾ വീണിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ആ ആപ്പിൾ എടുത്ത് ദൂരോട്ട് വലിച്ചിട്ട് എന്റെ തലയിൽ വീഴാൻ കണ്ട സമയം, അല്ലെങ്കിൽ അതെടുത്ത് കഴിച്ചിട്ട് അന്തസ്സായിട്ട് പോയേനെ. അത് ന്യൂട്ടന്റെ തലയിൽ വീണപ്പോൾ ന്യൂട്ടൻ വ്യത്യസ്തമായിട്ട് ചിന്തിച്ചത് കൊണ്ടാണ് ഇന്ന് ഗ്രാവിറ്റി എന്ന വലിയ കോൺസെപ്റ്റും ന്യൂട്ടനെയും നമുക്കറിയാവുന്നത്. അതുകൊണ്ട് ഏത് കാര്യവുമായിക്കോട്ടെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കൂ. അവിടെ പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. ഇന്നോവേഷൻസ് ഇല്ലെങ്കിൽ ഒന്നുമില്ല. ഈ വയസ്സാങ്കാലത്താ ഇനി പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ കേണൽ സാൻഡേഴ്സിനെ അറിയാമോ? അറിയായിരിക്കും അല്ലേ? ശനി ഞായറും ഒക്കെ ഔട്ടിങ്ങിനൊക്കെ വീക്കെൻഡ്സിലൊക്കെ പോകുമ്പോൾ KFC ചിക്കൻ കഴിക്കുമ്പോൾ ഈ അപ്പൂപ്പനെ നമ്മൾ കാണാറുണ്ടല്ലോ. അദ്ദേഹം അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ KFC ഉണ്ടാവില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രായവും അദ്ദേഹത്തിന്റെ അധ്വാനവും അദ്ദേഹത്തിന്റെ തോൽവികളും ഇന്നും ലോകത്തിന് ഒരു വലിയ മോട്ടിവേഷൻ ആണ്. അതുകൊണ്ട് സമയം മാറിയിട്ടില്ല, സമയം തീർന്നിട്ടില്ല, ഇനിയും സമയമുണ്ട്. ഇന്ന് തന്നെ ചെയ്തോടാം. ഇനി സമയമുണ്ടല്ലോ, നാളെ ആവട്ടെ. നാളെ നീളെ എന്ന് പഴമക്കാർ കേട്ടിട്ടുണ്ടോ? പറയുന്നത് കേട്ടിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നീക്കി വെച്ചാൽ പ്രത്യേകിച്ച് അത് നടക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ തുടങ്ങുക. പ്രോകാസ്റ്റിനേഷൻ ഇസ് ദ തീഫ് ഓഫ് ടൈം. തോൽക്കുന്നത് ഭയങ്കര നാണക്കേടാണ്. തോൽവിയില്ലാത്ത ആരെയെങ്കിലും, ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ള ഒരാളെയെങ്കിലും നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരാമെങ്കിൽ ഇന്നത്തോടെ ഞാൻ ഈ പണി നിർത്തും. എല്ലാവരുടെ ലൈഫിലും തോൽവികളും ഉണ്ട്, ജയവും ഉണ്ട്. ഗാലറിയിൽ ഇരുന്ന് കൂവാനും കൈയടിക്കാനും എളുപ്പമാണ്, ഗ്രൗണ്ടിൽ വന്ന് കളിക്കാനാണ് പ്രയാസം. അതുകൊണ്ട് ഗ്രൗണ്ടിൽ കയറി കളിക്ക്, അന്തസ്സായിട്ട് തോക്ക് അല്ലെങ്കിൽ ജയിക്ക്, എന്താണേലും കുഴപ്പമില്ല. പക്ഷെ കളിക്കാതെ പേടിച്ചിരിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ തോൽവി. ആ അനന്തംബാനിയുടെ ഒരു ഭാഗ്യം, അപ്പനും അമ്മ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്, ഒരു പണി ചെയ്യാതെ ജീവിക്കാം. എപ്പോഴും നമ്മൾ നോക്കുന്നത് ഈ ഭാഗ്യമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നവരെയാണ്. പക്ഷേ ഈ റിലയൻസ് എന്ന വലിയ പ്രസ്ഥാനം കെട്ടിപ്പടുത്തിയ ധീരുഭായ് അംബാനി അറിയാമോ? അദ്ദേഹവും ഇങ്ങനെ മറ്റുള്ളവരെ നോക്കി എന്തൊരു ഭാഗ്യം എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനൊരു പ്രസ്ഥാനം ഉണ്ടാവുകയില്ല, അനന്ത് അംബാനിയും നിങ്ങൾക്ക് അറിയുകയില്ല. അതുകൊണ്ട് അനന്ത് അംബാനിയെ നോക്കാതെ ധീരുഭായ് അംബാനിയെ നോക്കുക. അപ്പോൾ നല്ല ഒരു ഇൻസ്പിറേഷൻ നമുക്ക് കിട്ടുകൊണ്ട് ഈ അബദ്ധ ചിന്തകൾ ഒക്കെ ഒന്ന് മാറ്റിവെച്ച് നമുക്ക് ലൈഫിൽ മുൻപോട്ട് പോകാം.